നമസ്കാരം. ഓഫ്ലബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ വ്യക്തികളും തുടർന്നുള്ള ഇടപാടുകളൊക്കെ നടത്തുവാനായിട്ട് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അഭിവാജ്യമാണ്. നമുക്കറിയാമല്ലോ, അംഗീകൃതമായ എല്ലാ സ്ഥാപനങ്ങളും KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളും KYC ചെയ്യണം. KYC ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ വലതുവശത്ത് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. അതിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ കാണുന്ന ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിലുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ്, അതുപോലെ നോമിനിയുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ID കാർഡും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ID കാർഡും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കേണ്ട വിവരണമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളെ പേര്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവിടെ വരും. അപ്പോൾ നമ്മൾ ഓരോന്നും തെറ്റാതെ വളരെ കറക്റ്റായിട്ട് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നോമിനി കൊടുക്കേണ്ടതിന് നോമിനി ആരാണെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പേര് കൊടുക്കാനുണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യുക. ആധാർ നമ്പറും പാൻ നമ്പറും ഒക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ വലതുവശത്ത് ഒരു ബട്ടൺ ഉണ്ട്, സെലക്ട് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിട്ട് 3 വരെയുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പണായി വരും. അവിടെ അടുത്തൊരു നമുക്ക് കാണാം അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ അപ്ലോഡ് KYC എന്ന് പറഞ്ഞ 2 സെക്ഷനുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യം അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അവിടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, തെറ്റാത്ത വിധത്തിൽ കൊടുക്കുക. കാരണം അതിലേക്കാണ് പേയ്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ അവിടെ അക്കൗണ്ട് നമ്പറുണ്ട്, അക്കൗണ്ടിൻ്റെ പേരുണ്ട്, ബ്രാഞ്ച് ഏതാണ്ട്, IFSC കോഡുണ്ട്. പിന്നെ നിങ്ങൾ UPI ID അത് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. UPI ID ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേ ആണോ അതിൽ കയറിയിട്ട് വേണം UPI കോപ്പി ചെയ്യാനായിട്ട്. അത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെക്ഷൻ പൂർത്തിയായി. അതിനുശേഷം നമ്മൾ പോകുന്നത് അപ്ലോഡ് KYCയിലേക്കാണ്. അപ്ലോഡ് KYC ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അത് ഏറ്റവും താഴെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോ സെക്ഷനും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ അവിടെ നമുക്ക് ചില ഫോണിലൊക്കെ പെർമിഷനൊക്കെ അലോ കൊടുക്കാറുണ്ട്. കാരണം ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്യേണ്ടതുകൊണ്ട് അത് പെർമിഷൻ കൊടുക്കാത്ത ഫോണൊക്കെ ആണെങ്കിൽ പെർമിഷൻ കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്യുക, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, പെർമിഷൻ കൊടുത്തിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം അവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും പാൻ കാർഡിൻ്റെ ഫ്രണ്ടും ഒക്കെ അവിടെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ സെൽഫി, നിങ്ങളുടെ ID പ്രൂഫ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സെൽഫി അവിടെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത്രയാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക, വ്യക്തമാവുന്ന വിധത്തിൽ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് വളരെ വെളിച്ചത്തിൽ വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ID പ്രൂഫൊക്കെ അവിടെ കാണാവുന്നതാണ്, സ്ക്രീനിൽ ഇങ്ങനെ വരുന്നതാണ്. അതിനുശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ പൂർത്തിയായി. കാരണം കേവലം 1 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ്, അല്ലെങ്കിൽ പരമാവധി 5 മിനിറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും KYC ഡോക്യുമെൻറ്റ് അപ്ലോഡഡ്
വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്നാണ് അവിടെ വരിക. അപ്പോൾ ഇത് നമ്മളെ കമ്പനിയുടെ പ്രതിനിധികൾ വെരിഫൈ ചെയ്തിട്ട് അത് അപ്രൂവ് ആവുന്നതാണ്. അതിന് അല്പം സമയമെടുക്കുന്നതാണ്. ആ സമയമെടുത്ത് അത് അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെരിഫൈഡ് എന്ന് പറയുന്ന ഇതായിട്ട് മാറും. ഇവിടെ അപ്രൂവൽ എന്ന് മാറിയിട്ട് അവിടെ KYC വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ പിന്നീട് അത് KYC എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ വെരിഫൈഡ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ റിജക്റ്റഡ് എന്നും വരും. അപ്പോൾ റിജക്റ്റഡിൻ്റെ കാരണം എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ കാരണം നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി അത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ KYC കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് റിജക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലിയറിൽ തന്നെ ഫസ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ നമുക്ക് പൂർത്തിയായി എന്ന് പറയാം. കാരണം വളരെ സിമ്പിളായ മാറ്ററാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും KYCകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അവിടെ ഇത്രയും ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലപ്പിൻ്റെ മറ്റ് ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഓഫ്ലപ്പിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ KYC ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും KYC അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഇടപാടുകളിലേക്ക് കടക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു KYC അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത മറ്റ് ഡീറ്റെയിൽസുകളെക്കുറിച്ച്, മറ്റ് വിശദാംശങ്ങളെക്കുറിച്ച്, ആപ്ലിക്കേഷൻ്റെ മറ്റ് ഫംഗ്ഷനെക്കുറിച്ച് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിലാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ട്രെയിനിങ് വീഡിയോസൊക്കെ വരുന്നത്. അതുകൊണ്ട് മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുകയാണെങ്കിൽ ഓരോ പുതിയ അപ്ഡേഷൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.